SCRT ന്യൂ സിലബസ് പ്രകാരമുള്ള 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഒൺവേഡ് ചോദ്യോത്തരങ്ങൾ. വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് ഉത്തരം ജന. കൃഷി വ്യാപകമായതോടെ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇതിനെ അറിയപ്പെട്ടത് ഉത്തരം ജനപദങ്ങൾ. ജനപദങ്ങൾ എന്നാൽ ജനങ്ങൾ അധിവസിച്ച സ്ഥലം എന്നർത്ഥം. 16 രാഷ്ട്രങ്ങളെ, അതായത് മഹാജനപദങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ബുദ്ധമത കൃതിയാണ് ഉത്തരം അംഗുത്തര നികായ. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ കാണുന്ന ബലി എന്ന പദം സൂചിപ്പിക്കുന്നത് ഉത്തരം നികുതി. നികുതിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണ് ഉത്തരം ഭാഗ. രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഉത്തരം ശതപഥ ബ്രാഹ്മണ. 16 ജനപദങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലിൽ വിജയം വരിച്ചത് ഉത്തരം മഗധ. മഗധയിലെ ഹര്യങ്ക രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ഉത്തരം ബിംബിസാരൻ, അജാതശത്രു. മഗധയിലെ ശിശുനാഗ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ഉത്തരം ശിശുനാഗൻ. മഗധയിലെ നന്ദരാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ഉത്തരം മഹാപത്മനന്ദൻ. മഗധയിലെ അവസാന ഭരണാധികാരിയായിരുന്ന നന്ദവംശത്തിലെ ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 മൗര്യ രാജവംശം സ്ഥാപിച്ചത് ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പാടലിപുത്രം, അതായത് പാറ്റ്നയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രീക്ക് രാജപ്രതിനിധിയാണ് ഉത്തരം മെഗസ്തനീസ്. മൗര്യ രാജവംശത്തെക്കുറിച്ചുള്ള ചരിത്ര പഠനത്തിന് സഹായകമായത് ഉത്തരം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം, അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന നാണയങ്ങൾ എന്നിവ. അർത്ഥശാസ്ത്രത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ലഭിച്ചത് ഉത്തരം മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നും. മൗര്യ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അശോകൻ. അശോകൻ കലിംഗം, അതായത് ഇന്നത്തെ ഒഡീഷ കീഴടക്കിയതോടെയാണ് മൗര്യരാജ്യം വിശാലമായി മാറിയത്. അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങൾ ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ബ്രാഹ്മി, ഖരോഷ്ടി, അരോമിക് ലിപികളിൽ. അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ഉത്തരം ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ്. ഭൂരിഭാഗം ലിഖിതങ്ങളിലും ചക്രവർത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് ഉത്തരം ദേവനാംപിയ എന്ന്. ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനെന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ കർണാടകത്തിലെ മാസ്കി, ഉദയകുളം, നിട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച ലിഖിതങ്ങളിൽ അശോക എന്ന് പേര് കാണാം. ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും രൂപമെടുത്തത് ഉത്തരം ബ്രാഹ്മി ലിപിയിൽ നിന്ന്. പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് ഉത്തരം അശോകധമ്മ. അശോകധമ്മയിലെ കാര്യക്ഷമതയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ പ്രശസ്ത ചരിത്രകാരിയാണ് ഉത്തരം റൊമില താപ്പർ. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഉത്തരം മുദ്രാങ്കിത നാണയങ്ങൾ അഥവാ പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. വെള്ളിയിലും ചെമ്പിലുമാണ് ഈ നാണയങ്ങൾ നിർമ്മിച്ചിരുന്നത്.
കരവഴിയും കടൽ വഴിയും നദികൾ വഴിയും കച്ചവട സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന അക്കാലത്തെ കച്ചവടക്കാരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഉത്തരം സേത്ത് സാത്തവാഹകർ. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായപ്പോൾ സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായ തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഒരു മേഖലയായിരുന്നു ഉത്തരം ഗ്രീസ്. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളായിരുന്നു ഉത്തരം ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവ. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഉത്തരം നഗരരാഷ്ട്രം. മധ്യധരണ്യാഴി അതായത് മെഡിറ്ററേനിയൻ സീ പ്രദേശത്തെ പ്രധാന കച്ചവട കേന്ദ്രം എന്ന നിലയിൽ സമ്പന്നമായ നഗരരാഷ്ട്രമായിരുന്നു ഉത്തരം ഏഥൻസ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അക്കാലത്ത് ഏഥൻസിലേക്ക് വന്ന ചിന്തകന്മാർ അറിയപ്പെട്ടിരുന്നത് ഉത്തരം സോഫിസ്റ്റുകൾ. മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഏഥൻസിൽ എത്തിച്ചേർന്ന പ്രശസ്ത ചിന്തകരിൽ ഒരാളായിരുന്നു ഉത്തരം ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ്.